ഹായ് ഹലോ ഇറ്റ്സ് മീ അനുഷ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രീ പ്ലേറ്റ് ചെയ്തിട്ട് എങ്ങനെ അടിപൊളിയായിട്ട് സാരി ഉടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോവാം. ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും പല്ലു പ്ലീറ്റ്സ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ട് കാണുമല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പല്ലു പ്ലീറ്റ്സ്. പല്ലു പ്ലീറ്റ്സ് ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ചാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് എടുക്കുക. നമ്മൾ മുഴം കണക്കിനും പല്ലു പ്ലീറ്റ്സിൻ്റെ അളവ് കണക്കാക്കാറുണ്ട് കേട്ടോ ചില ഘട്ടങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ 3 പിന്നായിട്ട് ഈ സാരി ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഷോൾഡർ ഭാഗത്ത് പിൻ കുത്തിയിട്ടില്ലേ, അപ്പോൾ പല്ലു ഭാഗത്ത് അവിടെ നമുക്ക് ഫസ്റ്റ് പിന്നായിട്ട് കണക്കാക്കാം. അതിനുശേഷം സാരി ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ വലത്തെ തുടയവിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊരു വീറ്റ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ സെക്കൻഡ് പിന്നായിട്ട് നമുക്ക് കണക്കാക്കാം. നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മനസ്സിലാവാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പോർഷനാണ് കേട്ടോ സാരിയുടെ എടുക്കുന്നത്. നമ്മളെല്ലാവരും വലത്തെ ഭാഗത്താണല്ലേ സാരി ഉടുക്കാൻ പഠിച്ച സമയത്ത് കുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനൊരു സെൻറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇടത്തെ ഭാഗത്തൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇടത്തെ ഭാഗത്ത് തന്നെ കഴിയുന്ന രീതിയിൽ തന്നെ നമ്മൾ തേർഡ് പിന്ന് അവിടെയാണ് സെക്യൂർ ചെയ്തിട്ടുള്ളത്. നമ്മൾ കുത്തുന്ന ഭാഗത്ത് തേർഡ് പിന്നാണല്ലേ. അപ്പോൾ നമ്മൾ ചുറ്റുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ആ പിന്ന് തൊട്ട് സെക്കൻഡ് പിന്ന് വരെയുള്ള ഭാഗമാണ് നമ്മൾ സെൻറ്റർ പ്ലീറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഇത്രയും പ്ലീറ്റ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ഓരോന്നായി ഇതേപോലെ ഞാൻ ഇതേപോലെയാണ് എടുക്കാറ്. നിങ്ങൾ ഓരോരുത്തരും പല രീതിയിലാണ് എടുക്കുന്നത് അല്ലേ. നല്ല ടൈറ്റായിട്ട് പിടിച്ച് ഇതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിക്ക് നല്ലതായിട്ട് കിട്ടും. ഈ നല്ല വണ്ണം തോന്നിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സെൻറ്റർ പ്ലീറ്റ്സ് മിതമായ രീതിയിലേ കിട്ടുകയുള്ളൂ. നമ്മൾ ബ്രൈഡ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 9, 10, 11, 12 ആ ഒരു രീതിയിൽ വരെ നമ്മൾ എടുക്കാറുണ്ട്. നല്ല ഭംഗിയാണ് അതേപോലെ കാണാൻ വേണ്ടി. പ്രത്യേകിച്ച് പ്ലഫി പ്ലീറ്റ്സ് ആകുമ്പോൾ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഇത് അറേഞ്ച് ചെയ്യുകയാണ്. നമ്മളിത് എടുത്ത ശേഷം നല്ലതുപോലെ അറേഞ്ച് ചെയ്തിട്ട് സെക്യൂർ ചെയ്താലേ നമുക്ക് ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് സാരി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ബേക്കിൽ തന്നെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ വീഡിയോ കർട്ടനിൽ ഇട്ടിട്ടാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്നൊന്ന് ഇടവിട്ട് ഓരോ ഗ്യാപ്പിൽ വെച്ചിട്ട് ബാക്കിൽ പിൻ ചെയ്ത് കൊടുത്ത് താഴെ വരെ അതേപോലെ ചെയ്തേക്കാണ്. എന്നിട്ട് അത് നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡ് ഭാഗമൊക്കെ നമ്മൾ നല്ലതുപോലെ അയൺ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റീം അയൺ ബോക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ നോർമൽ അയൺ ബോക്സിനെയും കാട്ടിൽ നമ്മൾ സാരി ഡ്രിപ്പിങ്ങിന് എപ്പോഴും നല്ലത് സ്റ്റീം അയൺ ബോക്സ് ആണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ചെസ്റ്റ് പ്ലീറ്റ് അറേഞ്ച് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാണല്ലേ. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. ഇങ്ങനെ അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഏത് ബലം പിടിച്ച സാരി ആണെന്നുണ്ടെങ്കിലും നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിത് എൻ്റെ ബ്ലൗസ് അല്ല ഇട്ടത്, അമ്മേൻ്റെയാണ്, അതുകൊണ്ട് ചെറിയ അപാകതകളുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ വേറൊരാൾക്ക് ഉടുപ്പിച്ച് കൊടുക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും കൂടി ഈസിയാണ്. പക്ഷേ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സാരി ഒന്നും ഉടുക്കാറില്ല. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്.